അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്ന് ഖുർആൻ ഓതിയിട്ടുണ്ടോ? എന്തൊരു ചോദ്യമല്ലേ! പരിശുദ്ധമാകപ്പെട്ട ഈ റമദാൻ മാസം, ഖുർആൻ അവതീർണമായ മാസം, ആരാണ് ഖുർആൻ ഓതാതിരിക്കുക? നമുക്ക് എങ്ങനെ ഖുർആൻ ഓതാതിരിക്കാൻ പറ്റും? യഥാർത്ഥത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം നാം ആലോചിക്കാറുണ്ടോ? ഖുർആനിൻ്റെ രഹസ്യങ്ങളെപ്പറ്റി നാം അന്വേഷിക്കാറുണ്ടോ? ഖുർആനിൻ്റെ അത്ഭുതങ്ങളെപ്പറ്റി നാം എത്രമാത്രം പഠിച്ചിട്ടുണ്ട്? വരൂ, നമുക്കൊരുമിച്ച് ഖുർആനിൻ്റെ അത്ഭുത ലോകത്തേക്കൊന്ന് യാത്ര പോയാലോ? ഖുർആൻ എന്ന് പറയുമ്പോൾ അത് അത്ഭുതങ്ങളുടെ കലവറയാണ്. ഖുർആനിൻ്റെ ഓരോ പദവും, ഓരോ ആയത്തും, ഓരോ സൂറത്തും ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. ഖുർആനിനെ അടുത്തറിയും തോറും നമുക്കതിൻ്റെ മാധുര്യം ഏറിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഖുർആനിൻ്റെ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. ഖുർആൻ എന്നും കിതാബുള്ള, അള്ളാഹുവിൻ്റെ കിതാബ് എന്നും ഖുർആനിന് പറയപ്പെടാറുണ്ട്. ഇത് രണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വ്യക്തമാക്കിയതാണ്. ഖറഅ എന്ന അറബി പദത്തിൽ നിന്നാണ് ഖുർആൻ വരുന്നത്, അതായത് ഓതപ്പെടുന്നത്, വായിക്കപ്പെടുന്നത് എന്നർത്ഥം. കിതാബ് എന്ന പദം വരുന്നത് കതബയിൽ നിന്നാണ്, അതായത് എഴുതപ്പെട്ടത്, ക്രോഡീകരിക്കപ്പെട്ടത് എന്ന് നമുക്ക് സൂചിപ്പിക്കാം. മലയാളത്തിൽ ഇതിനെ വാമൊഴി, വരമൊഴി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ രണ്ട് പേരുകളും മറ്റൊരു കാര്യത്തിലേക്ക് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഈ ആയത്തൊന്ന് നിങ്ങൾ കേട്ടു നോക്കൂ. നിശ്ചയമായും ഖുർആനിനെ നാം അവതരിപ്പിച്ചു, അതിനെ നാം സംരക്ഷിക്കുന്നവരുമാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കിയതാണ്. എന്നാൽ ഈ സംരക്ഷണം എങ്ങനെയാണ്? ഇവിടെയാണ് ആ പേരുകളിലേക്ക് നാം കണക്ട് ചെയ്യേണ്ടത്. അല്ലാഹു തആല ഈ ഖുർആനിനെ സംരക്ഷിക്കുന്നത് വരമൊഴിയാലും വാമൊഴിയാലും രണ്ടു വിധേനയും ഈ ഖുർആനിനെ സംരക്ഷിക്കുന്നുണ്ട്. എങ്ങനെയാണത്? ഒരുപാട് ആൾക്കാർ പഠനം നടത്തി മനഃപ്പാഠമാക്കി ഒരു നിലക്ക് അങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു. മറ്റൊന്ന് ഖുർആനിന്റെ ഗ്രന്ഥരൂപത്തിൽ ഇന്ന് നാം ഓതുന്ന മുസ്ഹഫിലായി അല്ലാഹു തആല ഇതിനെ സംരക്ഷിക്കുന്നു. അപ്പോ ഖുർആൻ എന്ന പദം, കിതാബ് എന്ന പദം കൃത്യമായി ഈ ആയത്തിൽ പറയുന്ന സംരക്ഷണത്തിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ സംരക്ഷണം ഏറ്റെടുത്ത മറ്റൊരു ഗ്രന്ഥം ഭൂമിയിലില്ല. അല്ലാഹു തആല ഇതിനു മുമ്പും ഗ്രന്ഥം ഇറക്കിയിട്ടുണ്ട്. തൗറാത്ത്, ഇഞ്ചീല്, സബൂർ ഒക്കെ അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ ഒന്നും സംരക്ഷണം അല്ലാഹു തആല ഏറ്റെടുത്തിട്ടില്ല. അല്ലാഹു തആല സംരക്ഷണം ഏറ്റെടുത്തത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ മറ്റ് കിതാബുകളിലൊക്കെ വക്രീകരണങ്ങളും മാറ്റത്തിരുത്തലുകളും നടന്നിട്ടുണ്ടെങ്കിലും ഖുർആനിൽ ഇന്നേ വരെ ഒരു മാറ്റത്തിരുത്തലും ഒരു വക്രീകരണവും നടന്നിട്ടില്ല. അത് വലിയൊരു അത്ഭുതമാണ്. ഇത്രയും വർഷമായി ഒരു മാറ്റത്തിരുത്തൽ പോലും വന്നിട്ടില്ല എന്നുള്ളത് ഖുർആനിന്റെ മാത്രം പ്രത്യേകതയാണല്ലോ. മറ്റു ഗ്രന്ഥങ്ങളൊക്കെ മനുഷ്യരാൽ സംരക്ഷിക്കപ്പെട്ടതുകൊണ്ട് അതിൽ മാറ്റത്തിരുത്തലുകൾ വന്നു. എന്നാൽ ഖുർആനിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തത് കൊണ്ട് ഇന്നേ വരെ ഒരു മാറ്റത്തിരുത്തലും വന്നില്ല. എന്തൊരു മനോഹരമാണല്ലേ! ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഖുർആനിന്റെ അത്ഭുതങ്ങളിലേക്ക് നമുക്കിങ്ങനെ യാത്ര പോകാം. അതോടൊപ്പം നിങ്ങൾക്കറിയാവുന്ന ഖുർആനിന്റെ രഹസ്യങ്ങൾ, അത്ഭുതങ്ങൾ, അമാനുഷികതകൾ ഇൻഷാ അല്ലാഹ് കമന്റിലായും മറ്റും നിങ്ങൾ സൂചിപ്പിക്കുമെന്നും ഞാൻ കരുതുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.